അല്ല, ഞാൻ അറിയാൻ പാടാത്തോട് ചോദിക്കുക. ഞാനാരാ? അത് ഇങ്ങാർക്കറിയത്തില്ല, പിന്നെ എനിക്കാണോ അറിയാം? അതല്ലത്, ശരിക്കും ഞാനാരാ? എന്റെ അച്ഛനാരാ? അത് നിങ്ങൾ അമ്മച്ചിയോട് പോയി ചോദിച്ചു. അത് മറുപടി തൃപ്തികരമല്ലെങ്കിലേ ഏതെങ്കിലും ജോത്സ്യന്റെ അടുക്ക പോയാൽ മതി. തെറ്റിദ്ധരിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. കാലാകാലങ്ങളായി ഈ വയലാറ്റുപുരം ഗ്രാമത്തെ സേവിച്ചു വന്ന മെമ്പറായിരുന്നു എന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ആ മഹത്വത്തിയുടെ മരണശേഷവും നിങ്ങളെയൊക്കെ സേവിക്കുന്ന ഒരു എളിയ സാമൂഹ്യ പ്രവർത്തകനാ ഈ മെമ്പർ ശ്രീവത്സലൻ. എന്നായിരുന്നു അനുയോജ്യമായ പേര്. എന്താ, എങ്ങനെ? അല്ല, മെമ്പർ തുടർന്നാട്ടെ. ഈ നാടിന്റെ ഐശ്വര്യം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനോപകാരിയാണ് ഞാൻ. മക്കളെ മക്കളായിട്ടും സഹോദരിയായിട്ടും കാണുന്ന മെമ്പർ ശ്രീവത്സലൻ. സഹോദരിമാരെ എങ്ങനെ കാണുന്ന ശ്രീവത്സലൻ? എന്നിട്ട് എന്തിനാണോ കഴിഞ്ഞ കുടുംബശ്രീ മീറ്റിംഗിൽ എന്നാണ് രഹസ്യമായി വിളിച്ചു പറഞ്ഞത്? എടി ഏലിക്കൊച്ച്, നിനക്ക് എത്ര ലോൺ വേണമെങ്കിലും പാസാക്കി തരാം, മുതലൊന്നും അടയ്ക്കണ്ട, പലിശ മാത്രം മതിയെന്ന്. ഈ കൊച്ചെന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സ്നേഹം അത് മാത്രമാണ് മന്ത്രം. ആ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നാൽ ഈ നരബാധിച്ച എന്നെ തെറ്റിദ്ധരിച്ചല്ലോ. ആ അത് പോട്ടെ. ആ രാമനാഥൻ തോമസ് കുട്ടി വന്നല്ലേ? ഇങ്ങനെ രാവിലെ തേരാപ്പാരാ നടന്നേ മയ്യനങ്ങാറ് ശൃംഗരിക്കലല്ല അവരുടെ പണി. അന്നത്തെ അന്നത്തിന് അധ്വാനിക്കുന്നതാ. അതിനൊക്കെ ഇച്ചിരി വെള്ളം തേമ്പണമെന്ന് പറഞ്ഞാൽ, കാലം തെറ്റുന്നതിന് മുമ്പ് തേമ്പണമെന്ന് പറഞ്ഞാൽ ഈ കേൾക്കത്തില്ല. അന്നേരം ഓടും ഷാപ്പിലോട്ട്. എന്നെ കൊണ്ട് ഇനിയൊന്നും പറയിപ്പിക്കല്ലേ. എലിക്കുട്ടി, അകത്തോട്ട് പോയി ഇച്ചിരി കഞ്ഞിയുടെ വെള്ളം ഇങ്ങ് കൊണ്ടുപോവാ. അതിരിക്കട്ടെ, മോള് വന്നില്ലേ? ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതല്ലേ, വരാൻ അല്പം വൈകുമെന്ന് പറഞ്ഞിരുന്നു. ഇതും കൂടെ പിന്നാമ്പുറത്തേക്ക് ഇട്ടത്. വല്ലാത്ത വിയർപ്പ് മണം. വിയർപ്പിന്റെ മണം അത് നല്ലതാ, പ്രത്യേകിച്ച് അധ്വാനിക്കുന്നവന്റേതാവുമ്പോൾ. അതെന്താ മെമ്പറെ കൊള്ളിച്ചൊരു വർത്തമാനം? നാളെ ഈ വയലേറ്റുപുറം ഗ്രാമം ലോക ഭൂപടത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. ഈ വയലത്തിന്റെ അങ്ങേക്ക് തലക്കിൽ ഇറക്കിയിട്ടിരിക്കുന്ന ഗ്രാമൽ കുമ്പാരം കണ്ടോ? അതൊക്കെ ഈ പാടങ്ങൾ നികത്താനുള്ളതാ. നാളെ ഇവിടുത്തെ റൺവേയിൽ വിമാനം പറന്നിറങ്ങും. അതിനൊക്കെ ഇപ്പോഴും തടസ്സം നിൽക്കുന്നത് രാമനാഥന്റെയും തോമസ് കുട്ടിയുടെയും മണ്ണ. അതുകൂടി ആ കോപ്പറേറ്റീവ് കമ്പനിക്ക് കൊടുത്താൽ നിർത്തണോ? താനൊക്കെ എന്ത് ജനസേവകനാടും. ഇങ്ങനെ ഒരു ഇടപാട് നടന്നാൽ മെമ്പർക്ക് എത്രയാ കമ്മീഷൻ? ലക്ഷങ്ങൾ, കോടികൾ. നിങ്ങൾ ഈ പറയുന്ന സൗഭാഗ്യങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിനുള്ളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പഴങ്ങൾക്കായാലും പച്ചക്കറിക്കായാലും, എന്തിനേറെ മലയാളിക്ക് ആവശ്യമായ നെല്ലിന് പോലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടില്ല നമ്മളിപ്പോൾ. ഈ മരങ്ങളും മലകളും വെട്ടിനിരത്തി നിങ്ങൾ ഫ്ലാറ്റുകളും വ്യാപാര സമുച്ചയങ്ങളും പണിയുമ്പോൾ മലയാളിക്ക് നഷ്ടപ്പെടുന്നത് കുടിവെള്ളമാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ദൈവത്തിൻ്റെ നാട്ടിൽ ഇന്നൊന്ന് കിടന്നുറങ്ങണമെങ്കിൽ എസിയോ കൂളറോ വേണം. അങ്ങനെ ജീവിക്കാൻ ഇത് അറേബ്യൻ രാജ്യമല്ല മെമ്പറെ, ഇത് മലയാള നാടാണ്. മണ്ണിന്റെ മണമുള്ള, ചേറിന്റെ ഗന്ധമുള്ള മലയാള നാട്. ഗംഭീരം, അതിഗംഭീരം. എന്റെ മെമ്പറെ, രാഷ്ട്രീയ പ്രവർത്തനാകാൻ നിങ്ങളെക്കാൾ യോഗ്യൻ ഇദ്ദേഹമാണ്. എന്താ ഒരു വാഗ്ധോരണി, കുറിക്കൊള്ളുന്ന പ്രയോഗങ്ങൾ, ചടുലമായ ഭാഷ. സമ്മതിക്കണം, സമ്മതിച്ചിരിക്കുന്നു. ആരാ മനസ്സിലായില്ല? ഞാൻ ആരാണെന്ന് പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ ദേവൻ, ദേവദത്തൻ. കുറച്ച് സ്ത്രീധനം ചോദിക്കാനായി വന്നതാണ്. സ്ത്രീധനം? ഓ സോറി, സ്ത്രീധന നിയമപരമായി നിഷേധിക്കപ്പെട്ടതാണെന്ന് എനിക്കറിയാം. എങ്കിലും കാലാകാലങ്ങളായി നടന്നു വരുന്നൊരു ഏർപ്പാടല്ലേ അത്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന രാമനാഥന്റെ മകൾ മീനാക്ഷിയെ ഞാൻ കെട്ടുമ്പോൾ എനിക്ക് സ്ത്രീധനം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. തീരട്ടെ രാമനാഥൻ സാറേ. ഒരിക്കൽ കല്യാണാലോചനയ്ക്ക് തുടക്കമിട്ടപ്പോൾ എതിർത്തതാവൾ അങ്ങയുടെ മകൾ മീനാക്ഷി. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഈ ദേവദത്തനോടുള്ള ഇഷ്ടം കൊണ്ട്. കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഞാൻ എന്റെ മുറപ്പെണ്ണിനെ.
ഇലയ്ക്കൽ മരത്തിലെ പുതിയ അന്തർജനമായിട്ട്. ഇനി എന്റെ അസ്തിത്വത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ഒരു കുറിമാനമുണ്ട്. താങ്കൾക്ക് പരിചയമുള്ള കൈപ്പടയിൽ വ്യക്തമായി എഴുതി ഒരു ഓർമ്മപ്പെടുത്താൻ. അദ്ദേഹം പൊയ്ക്കോട്ടെ. അദ്ദേഹത്തിന് ഇപ്പോൾ അല്പം വിശ്രമമാണ് ആവശ്യം. ക്ഷണിക്കാതെ വന്ന അതിഥിയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ പറയുക, ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. മനസ്സിലാണോ തോമസ്? കാര്യങ്ങളുടെ പോക്ക് സൗഭാഗ്യങ്ങളിൽ കടുമുന്നിൽ നിൽക്കുമ്പോൾ പുറംകാലോടെ തട്ടിത്തെറിപ്പിക്കരുത്. മനസ്സിലായില്ല. മനസ്സിലാവില്ല. കാരണം നീ ഒരു ശുദ്ധന. വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മണ്ടാൻ. രണ്ടാൾക്കും അവകാശപ്പെട്ട ഭൂമി ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ അവ നടത്തിയൊരു പോരാട്ട നാടകമല്ലേ ഇപ്പോൾ കയറുവാത പുതിയ കഥാപാത്രം. എല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ നിന്റെ ഒരു കയ്യൊപ്പ് അത്രേ വേണ്ടു. രണ്ടാൾക്ക് അവകാശപ്പെട്ട ഭൂമി അവൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ. ആലോചിക്കും. കുടിച്ചു താറുന്ന കള്ളിനേക്കാൾ വീരം കൊടുത്ത വിദേശ മദ്യം ഇന്ന് ഈ വിപണിയിലുണ്ട്. എന്നും ഈ തീപ്പട്ടിക്കൂട് കൊണ്ട് വീട്ടിൽ കഴിക്കാൻ മതിയോ? നിനക്ക് വലിയമ്മയ്ക്ക് താമസിക്കാൻ കൊട്ടാരത്തിന്മാര് വീട് വേണ്ടേ? സഞ്ചരിക്കാൻ ഏസിക്കാർ, കാണാൻ പുതിയ ലോകങ്ങൾ, അതിനെ കുറിച്ചൊക്കെ ചിന്തിക്ക്. രാഷ്ട്രീയക്കാരുടെ വെറും മോഹനസുന്ദര വാഗ്ദാനങ്ങളല്ല, ചേറിന്റെയും മണ്ണിന്റെയും മണം മാറ്റി ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സുന്ദര സോപാന ഭൂമി. അതിന് ഞാനെന്ത് വേണമെന്നാ മെമ്പർ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ലേ? കൃഷിയിറക്കന്റെ ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തപ്പോൾ വീട് വെച്ച ഭൂമി രാമനാഥന്റെ പേരില്ല. അതൊക്കെ നമുക്ക് നടത്തിച്ചെടുക്കാം. പക്ഷേ ഈ കാണുന്ന വീടുകളും ഈ കാണുന്ന പറമ്പും തോമസേ നിന്റെ പേരിലാണ്. അതൊന്ന് മറിച്ചു വിറ്റാൽ കോടികളാ വന്ന് തരാൻ പോകുന്നത്. എല്ലാം ഒറ്റയ്ക്ക് സ്വന്തമാക്കാനുള്ള അവന്റെ മനസ്സിലിരിപ്പ് അത് നീ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നന്ന്. നിന്റെ ഭാര്യ ഏലിയമ്മ പിന്നാമ്പുറത്ത് വിരിച്ചിടാൻ കൊണ്ടേ വസ്ത്രത്തിന്റെ വിയർപ്പ് നാറ്റം അത് നിന്റെതല്ല, അവന്റെതാ. രാമദാസന്റെ അവന്റെ ഭാഷയിൽ വിയർപ്പിന്റെ മാടം. എടാ ഒന്ന് ആലോചിക്ക്. കുളിച്ചു നാറുന്ന കള്ളിനേക്കാൾ വീര്യം കൂടെ വിദേശ മദ്യം ഇന്ന് ഈ വിപണിയിലുണ്ട്.